Daily. Taste the Daily. ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം, മറക്കണ്ട ലൂമിനസ്. അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് പുത്തേരി ട്രാവൽ ബ്ലോഗ്സിന് മുന്നിലാണ്. ഈ വണ്ടി എല്ലാവർക്കും പരിചയമെന്ന് വിചാരിക്കുന്നു, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ വണ്ടിയുടെ അമരക്കാരാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ചേച്ചിന്റെ സബ്സ്ക്രൈബേഴ്സ് ആണോ? ഞങ്ങൾ ചെന്ന ഒരു ആപ്പിൾ സീസണിന്റെ ടൈമിലായിരുന്നു. കണ്ടമാനം വണ്ടികൾ വന്നിട്ട് 6 ദിവസം റോഡ് ബ്ലോക്കായി റോഡിൽ കിടന്നത്. മോള് വണ്ടി ഓടി നമ്മളെ കാഴ്ചക്കാലം പോകുന്ന ട്രിപ്പ് നിങ്ങൾ ഒരു മാസം കൊണ്ട് പോയി തീർത്ത് 20 വയസ്സുള്ള കൊച്ചാടി ഇതായി ഇറക്കൊക്കെ ഇറക്കി ഗ്യാരേജിലേക്ക് പോകുന്നത്. വണ്ടിയായിരിക്കുന്ന സാധനങ്ങൾ മോഷ്ടിക്കാൻ മോഷ്ടാക്കള് നമ്മൾ കിടന്ന് ഉറങ്ങുന്നിടത്ത് ഡീസൽ മോഷണം, ബാറ്ററി ചിലപ്പോൾ അഴിച്ചോണ്ട് പോകും, സ്റ്റെപ്പിനെ അഴിച്ചോണ്ട് പോകും. നമ്മുടെ ഫോണ്, പൈസ എല്ലാം എവിടെ ചുറ്റിനും കള്ളന്മാരാണെന്ന് വിചാരിച്ചേ പോകാവുള്ളൂ. പണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡ്രൈവിംഗ് സ്കൂളിലൊന്നും പോയി പഠിച്ചില്ല, ഇങ്ങനെ റോഡിൽ പോയി തന്നെ. അച്ഛനാണ് പഠിപ്പിച്ചത് അല്ലേ? അത് ഇവരുടെ പോയാലും തന്നെ പോകുന്നത് തന്നെയാ. ഇവര് കിടന്ന് ഉറങ്ങും രാത്രിയാകുമ്പോ ഞാൻ തന്നെ ഇരുന്നുണ്ട് പോകുന്ന വഴിക്ക് ഇവര് പൊടിക്കാറ്റ്. അതൊക്കെ ഉണ്ടാവുമ്പോ പേടിണ്ടാവലുണ്ടോ? ഇല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സ്പീരിയൻസ് അതായിരുന്നു. പൊടിക്കാറ്റിന്റെ അത്രയോട് ചെയ്യും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആദ്യമായിട്ടാണ് ഞാൻ ലോറി കയറുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആദ്യമായിട്ടാണ് ചേച്ചി ഓടിക്കുന്നത് ലോറി കയറുന്നത്. ചേച്ചി ആദ്യമായിട്ട് എന്നാ വണ്ടി ഓടിച്ച് തുടങ്ങി? ഞാൻ 2018 ആ ദിവസം ഓർക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? എനിക്ക് ഫസ്റ്റ് ഇവിടെ കയറിയപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ആദ്യം നമ്മള് ചെറിയ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് വലിയ വണ്ടിയിലേക്ക് കയറുമ്പോ ഒരു ആത്മവിശ്വാസമാണ് ഇത് ഓടിക്കുമ്പോ. ഫസ്റ്റ് ആയിട്ടാ ലോറി കയറുന്നത്. ഗിയർ മാറി നമ്മൾ പോവാണ് ഗായ്സ്. ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാവുന്നുണ്ട് വണ്ടി ഓടിക്കാൻ? ഡിസ്കംഫർട്ട് ഓഹോ, വ്ളോഗ് എടുക്കുമ്പോ സംസാരമായിരിക്കല്ലോ അല്ലേ? ലൈസൻസ് എടുക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? വലിയ ഇല്ല, അത് ഈ പറഞ്ഞ പോലെ ഈ HL എടുക്കുന്നത് കാരണം ടീ എടുക്കുമ്പോ അത് ശ്രദ്ധിച്ചെടുക്കാൻ, അത് ഓടിക്കുന്നവർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടല്ല. പിന്നെ ലൈസൻസ് എടുക്കാൻ ചെല്ലുമ്പോ എല്ലാവർക്കും ഒരു വെപ്രാളം കൊണ്ടാ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ഞാൻ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, കാരണം ഇവിടെ ഇരുന്ന റോഡ് മൊത്തം കാണാം, എല്ലാരും അല്ല ആദ്യമായിട്ടാ ലോറി കയറുന്നത്. അപ്പൊ അതിന്റെ ഒരു ചേച്ചിന്റെ സബ്സ്ക്രൈബേഴ്സ് ആണോ? അയൽവാസികൾ. മോള് വണ്ടി ഓടി ലക്നൗ പോയപ്പോഴും വണ്ടിയിൽ വന്നു, പിന്നെ ഷില്ലോങ് പോയപ്പോഴും ലോറിയിൽ വന്നു. 46 ദിവസം 2 ട്രിപ്പ്. ആദ്യത്തെ ട്രിപ്പ് ഒരു 20 ദിവസവും രണ്ടാമത്തെ ട്രിപ്പ് ഒരു 26 ദിവസം, 46 ദിവസം. മോളും കൂടെ കൊണ്ടുപോയ ട്രിപ്പ് വെളുപ്പിനെ എല്ലാം മോളായി പിടിക്കുന്നത്. ഞങ്ങളൊരു 12-1 മണി വരെയൊക്കെ ഓടിച്ചിട്ട് ഞങ്ങൾ കിടക്കും. അതുവരെ അവള് കിടന്നുറങ്ങും. കഴിയുമ്പോൾ വെളുപ്പിനെ കൂടുതലും മോളെ ഓടിച്ചു. രാവിലെ ഒരു 1 മണിക്കോ 2 മണിക്കോ ഒക്കെ എടുത്താൽ ഒരു 6-7 മണി വരെയൊക്കെ ഓടിക്കും. ഉറക്കം വരുന്നവിടെ, അല്ല നേരം വെളുത്ത് കാപ്പ് കുടിക്കാനുള്ള സമയം വരെ. അപ്പൊ ആള് മാറി, ഇനിയിപ്പോ ചേച്ചി ഇവിടെ മാറിയിരുന്നു, ഇപ്പൊ മോളാണ് ഓടിക്കുന്നത്. അപ്പൊ മുത്തു, പേര് ശരിക്കുള്ള പേര് ഗോപിക അല്ലായിരുന്നു? ദേവിക. ഗോപിക ചെറിയ അനിയത്തി. ദേവിക ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാൻ ഇപ്പൊ ബികോം 3rd ഇയർ. 20 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? എന്നെക്കാ ചെറുതാണ് ഇപ്പോഴേ വണ്ടിയൊക്കെ ഓടിക്കുന്നത്. ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു വണ്ടി ഓടിക്കാന്, ക്രേസ് ആയിരുന്നു. പണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആണോ? എങ്ങനെ അമ്മ ഓടിക്കുന്ന കണ്ടപ്പാണോ അച്ഛൻ ഓടിക്കുന്ന കണ്ടപ്പാണോ പൂതിയത്? അച്ഛനെ ഓടിക്കുന്ന കണ്ടപ്പോ കൊച്ചിലോട്ട് അച്ഛനും കൊച്ചാണല്ലോ ഓടിക്കുന്നതാണ്. ചെറുപ്പത്തിലൊന്നും ഞാൻ ഓടിക്കില്ലായിരുന്നു, പിന്നെ പഠിച്ചത് അല്ലേ? ആദ്യം ഇങ്ങനെ പഠിച്ചേ സ്കൂട്ടിയിലാണോ? സ്കൂട്ടിയിൽ ആദ്യം പഠിച്ചേ. പിന്നെ എനിക്ക് വലിയ പൊക്കം ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഇവര് പിക്കപ്പില്ലേ, ബൊലേറോടെ പിക്കപ്പില്ലേ, ടയർ എടുക്കാനൊക്കെ പോകും ലോറിക്ക് കൊച്ചച്ഛൻ്റെ കൂടെ. അപ്പൊ അങ്ങനെ പോകുമ്പോ ചെറുതായിട്ട് സ്റ്റിയറിംഗ് സൈഡിൽ നിന്ന് ഇങ്ങനെ തരും. അങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിലൊന്നും പോയി പഠിച്ചില്ല, ഇങ്ങനെ റോഡിൽ പോയി തന്നെ പഠിച്ചു. അച്ഛനാണ് പഠിപ്പിച്ചത് അല്ലേ? അച്ഛനും കൊച്ചച്ഛനും കൂടിയാണ് പഠിപ്പിച്ചത്. 2 വീലർ കൊച്ചച്ഛനും 4 വീലും ലോറിയൊക്കെ അച്ഛനും. നിനക്ക് ആദ്യം വണ്ടി ഓടിച്ച് തുടങ്ങിയപ്പോ പേടിയുണ്ടായിരുന്നോ?
അതിൽ പേടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ വെളിയിൽ നിന്നൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, നമ്മൾ പണ്ടോട്ടെ വണ്ടി കയറുന്നോണ്ട് വലിയ വണ്ടി എന്നുള്ള ഒരു ഫീൽ ഇല്ലായിരുന്നു ആദ്യം തൊട്ട്. ചെറുപ്പം തൊട്ടേ കയറുന്ന, അപ്പൊ നമുക്ക് അങ്ങനെ ഇടയ്ക്കെല്ലാം കയറി അതിന് മുന്നേ പോകുന്നതൊക്കെ ആയതുകൊണ്ട് വലിയ വണ്ടി എന്നുള്ള ഫീല് തുടക്കം തൊട്ടില്ലായിരുന്നു. അതുകൊണ്ട് പേടിയൊന്നും തോന്നിയില്ല. ഒരു സ്ട്രെച്ചിൽ എത്ര മണിക്കൂർ ഓടിക്കും? അതെന്തേരം ഞാൻ എന്തേരം ഇരുന്ന് ഓടിക്കുക. അതിപ്പം എനിക്ക് കൂടുതലും പിന്നെ രാത്രി ഓടിക്കുന്ന ഇഷ്ടം. രാവിലെ എണീറ്റ് ഓടിക്കാൻ മടിയാ. അപ്പത്തേക്ക് ഞാനാണെ രാത്രി കയറും. രാത്രി ഒരു അമ്മയൊക്കെ ചിലപ്പോ ഒരു 1:30 2:30 ആകുമ്പോ തരും. വെളുപ്പിനെ വരെ ഓടിക്കും. ഈ നോർത്തിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ പേടി എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? മീൻസ് അതായത് നോർത്തിൽ ആ വഴികളിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് നൈറ്റ് സമയം അങ്ങനെ പേടി കാര്യമില്ല. അങ്ങനെ പേടി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ വഴിയും പോകുന്നുണ്ട്. അതെ, അങ്ങനെ പേടിയില്ല. എനിക്ക് പേടിയില്ലാത്തോണ്ട്. അതെ, അതുകൊണ്ട് എനിക്കും പേടിയില്ല. എനിക്ക് പേടിയില്ല, ഞാൻ ഓക്കെയാണ്. ആ സമയം സ്വാഭാവികമായിട്ട് നമ്മുടെ കൂടെയുള്ളയാൾക്ക് പേടിയാണ്, നമുക്കും ഒരു ഇത് വരികയല്ലേ, ടെൻഷൻ ഉണ്ടെങ്കിൽ. ഇപ്പൊ ഞങ്ങള് കാശ്മീർ 2ാമത്തെ ട്രിപ്പ് പോയപ്പം അവിടെ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് വഴി ബ്ലോക്ക് ആയിരുന്നു. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ലോറികൾ കോൺവോയ് ആയിട്ടായിരുന്നു വിടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കും അടുത്ത ദിവസം ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കും. ഹൈവേയുടെ പണി നടക്കുകയും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ലോറികൾ മാത്രം, ബാക്കി ബസ്സും കാറും ഒക്കെ എപ്പോഴും പോയിരുന്നു. ഞങ്ങൾ ചെന്ന ഒരു ആപ്പിൾ സീസണിന്റെ ടൈമിലായിരുന്നു. കണ്ടമാനം വണ്ടികൾ വന്നിട്ട് 6 ദിവസമാണ് റോഡ് ബ്ലോക്കായി റോഡിൽ കിടന്നത്. 6 ദിവസം. അപ്പം നമ്മളിങ്ങനെ ഓടിച്ചെന്ന് എവിടെ വഴി ബ്ലോക്ക് ആകുന്നോ അവിടെ വണ്ടി ഇട്ടിട്ട് അവിടെ കിടക്കുക. 6 ദിവസം അങ്ങോട്ട് പോയപ്പോഴും കിടന്നു. തിരിച്ച് ആപ്പിൾ കയറ്റി ഇങ്ങോട്ട് വരാൻ നേരം 6 ദിവസം കിടന്നു. അപ്പം അവിടെ ചിലപ്പം ടോയ്ലറ്റും അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ ഞങ്ങളെ വണ്ടി കിടന്നിടത്ത് പിന്നെ ഒരു കിലോമീറ്റർ നടന്നു പോയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ പോയി ടോയ്ലറ്റിലൊക്കെ പോകും, ഫുഡൊക്കെ വണ്ടിയെ വെച്ച് കഴിക്കും. അങ്ങനെ തന്നെ 6 ദിവസം എന്ന് പറഞ്ഞാൽ 1000കണക്കിന് വണ്ടികൾ. ഞങ്ങൾ തിരിച്ചുകൊണ്ട് ഒരു 10,000 വണ്ടിയാണ് ഞങ്ങൾ തിരിച്ചു ഒരുമിച്ച് പോകുന്നത്. അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്. അത്രയ്ക്ക് വണ്ടികൾ ഇങ്ങനെ കിലോമീറ്റർ, നമ്മുടെ വീഡിയോ കണ്ടാൽ അറിയാം, കിലോമീറ്ററുകൾ ഇങ്ങനെ ലൈനായിട്ട് ലോറി തന്നെ കിടക്കുക. അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ ലോറിയെ പോകുമ്പോ ഉണ്ടല്ലോ, ഇപ്പൊ ഇങ്ങനെ പോകുന്നു ഇന്ന സമയത്ത് ഇന്നടത്ത് എല്ലാം ഒന്നും കണക്ക് കൂട്ടി പോകാൻ പറ്റിയല്ല. ചെല്ലുമ്പോ ചെല്ലും, ആ ഒരു രീതി നമ്മളങ്ങ് പോവാ. ഇനി അവിടെ ചെന്ന് വഴി ബ്ലോക്കോ എല്ലാം എന്തായാലും പറ്റുമോ? ഇനി ഈ പറഞ്ഞ പോലെ വണ്ടിക്ക് എന്തായാലും പറ്റുമോ? നോക്കിയിട്ടു അവിടെ കിടക്കുന്നു. അന്നേരം അവിടെ തന്നെ നമ്മള് കുക്ക് ചെയ്യാനുള്ള പരിപാടി എല്ലാം സെറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് പോണം നമ്മള്. ആദ്യമായിട്ട് വണ്ടി എടുത്തു മീൻസ് എവിടെ എത്ര ദൂരം പോയി, എവിടെയാ പോയിണ്ടായിരുന്നേ? ഞാൻ ലക്നോ ട്രിപ്പിലാ ലോറിയും കൊണ്ട് ആദ്യമായിട്ട് പോകും. ഇവര് വന്നിട്ട് രാത്രി ഞാൻ തന്നെ ഇരുന്ന് ഓടിക്കും, ഇവര് കിടന്നുറങ്ങും. കാക്കനാടല്ല പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞ രാജഗിരിയില്. അപ്പൊ അവിടെയൊക്കെ ഫാൻസ് ഉണ്ടാവല്ലോ ഇഷ്ടം പോലെ. ഞാൻ ആദ്യം ഇങ്ങനെ ആർക്കും അറിയത്തില്ലായിരുന്നു. വീണ്ടും ഞാൻ വണ്ടി ഓടിക്കുന്നവരൊന്നും ആരുടെ അടുത്തും പറഞ്ഞില്ല. പിന്നെ പിള്ളേരൊക്കെ അറിഞ്ഞ് കണ്ടൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. പഠിപ്പിച്ചേരോന്ന് വെച്ചിട്ടുണ്ടാരെങ്കിലും ആ കൂടെ കൂട്ടുകാരൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ കോളേജിൽ പോണതും കാറിനാ പോന്നെ. അപ്പം എല്ലാരും ഇങ്ങനെ ചോദിക്കും, ഓടിക്കാൻ പഠിപ്പിക്കും. ഞാൻ നേരത്തെ അമ്മേനോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു കാറിലാ പോകുന്നത്. അപ്പൊ ഞാൻ എത്രയെല്ലാം പഠിക്കുന്നേ? അവരെടുത്ത് എറണാകുളം വരെ കാറിനാ പോണേന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞു ഫാമിലി ആയിട്ട് എല്ലാരും കൂടെ പോയെന്ന് പറഞ്ഞല്ലേ. ഒറ്റയ്ക്ക് എപ്പോഴും പോയിട്ടുണ്ടോ? ഒറ്റയ്ക്ക് പോയിട്ടുണ്ടോ? ഇവരുടെ കൂടെ എപ്പോഴും പോവാറ്, അമ്മയുടെ അച്ഛൻ്റെയും കൂടെ പോവാറ്. അല്ലാണ്ട് അങ്ങനെ തന്നെ പോയിട്ടില്ല അല്ലേ? അത് ഇവരുടെ കൂടെ പോയാലും തന്നെ പോകുന്ന തന്നെയാ. ഇവര് കിടന്ന് ഉറങ്ങും രാത്രിയാകുമ്പോ ഞാൻ തന്നെ ഇരുന്നുകൊണ്ട് വൈബ് ചെയ്ത് പോക്കോളും. ഇവരുറങ്ങുമ്പോ ഞാൻ വൈബ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം അച്ഛനും അമ്മേന്റെ കൂടെ കൊറേ ട്രിപ്പ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അന്ന് ലഡാക്ക് പോയതല്ലേ? ലഡാക്ക് കാറിന് പോയി. അത് കഴിഞ്ഞ് ഒരു ഗുജറാത്ത് പോയി, പിന്നെ ഒരു മുംബൈ പോയി, പിന്നെ മേഘാലയ, പിന്നെ അത് കഴിഞ്ഞിട്ട് ലക്നൌലല്ലേ? അതിൽ ഇഷ്ടപ്പെട്ട യാത്ര ഏതായിരുന്നു? എനിക്ക് കാറിന് പോയതായിരുന്നു ലഡാക്ക് പോയത്. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ എൻഡോറിനാ പോയത്. ആ ട്രിപ്പ് എന്ന് പറയുമ്പം എല്ലായിടത്തൂടെ ഓടിക്കാൻ പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞില് എല്ലാ ക്ലൈമറ്റും മഞ്ഞിലൂടെ ഓടിച്ചു. അതുപോലെ ഇപ്പം ഡെസേർട്ട് ഏരിയ പോലെ അങ്ങനെടുത്തൂടെ ഓടിച്ചു, എല്ലായിടത്തൂടെ ഓടിച്ചു. അപ്പൊ ഏറ്റവും പിന്നെ കൊടുങ്കാറ്റ് പോകുന്ന വഴിക്ക് പൊടിക്കാറ്റ് അതൊക്കെ ഉണ്ടാവുമ്പോ പേടിണ്ടാവലുണ്ടോ? ഇല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സ്പീരിയൻസ് അതായിരുന്നു. പൊടിക്കാറ്റിന്റെ അത്ര അടിച്ച ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ആ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കുറെ എക്സ്പീരിയൻസ് കിട്ടി അത്രയും ദിവസം. പിന്നെ പോയതില് മേഘാലയ ഏറ്റവും ഇഷ്ടം. മേഘാലയയിൽ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. മേഘാലയ ക്ലൈമറ്റ് നല്ലായിരുന്നു. അതുപോലെ റോഡെല്ലാം ഭയങ്കര ചെറുതായിരുന്നു മേഘാലയ പോലെ.
അപ്പൊ നമ്മൾ എപ്പോഴും ഹൈവേ കൂടെ പോകുമ്പം പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, നേരെ വഴി ഇങ്ങനെ കിടക്കുന്നു, ഒറ്റ ഇതിൽ ഇങ്ങനെ അങ്ങ് പോകുന്നു. പക്ഷെ അവിടെ വഴി പോകുമ്പോൾ ഫുള്ള് കയറ്റവും ഇറക്കവും കുഞ്ഞു വഴിയും. പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ നമ്മൾ ഈ നോർത്തിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഭയങ്കര മോഷണത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകിച്ച് നമ്മൾ എവിടെ ചെന്നാലും എന്ന് പറഞ്ഞാൽ ലോറിയെ സംബന്ധിച്ച് നമ്മൾ എവിടെ ചെന്നാലും കള്ളന്മാര് എന്ന് പറഞ്ഞാൽ വണ്ടിയായിരിക്കുന്ന സാധനങ്ങള് പിന്നെ മോഷ്ടിക്കാൻ മോഷ്ടാക്കള് നമ്മൾ കിടന്ന് ഉറങ്ങുന്നിടത്ത് ഡീസൽ മോഷണം, ബാറ്ററി ചിലപ്പോൾ അഴിച്ചുകൊണ്ട് പോകും, സ്റ്റെപ്പിനെ അഴിച്ചുകൊണ്ട് പോകും. പിന്നെ ചിലപ്പോൾ വണ്ടിക്കകത്ത് നമ്മുടെ ഫോണ്, പൈസ എല്ലാം എവിടെ ചുറ്റിനും കള്ളന്മാരാണെന്ന് വിചാരിച്ചേ പോകാവുള്ളൂ. അതൊക്കെ ഉണ്ട്. ഇപ്പൊ പിന്നെ പണ്ടത്തെ അപേക്ഷിച്ച് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഈ ഹൈവേകളെല്ലാം നല്ലതായപ്പം 4 ലൈൻ റോഡുകളല്ലേ, വണ്ടികളെല്ലാം ഒരുവിധം സ്പീഡിൽ പോകും. പിന്നെ ഇവർക്ക് അന്നത്തെ അത്ര ഒരു ഇല്ല എൻ്റെ ഒരു അഭിപ്രായത്തില്. പണ്ടെന്ന് പറഞ്ഞാൽ വഴി മോശം, പതുക്കെ ഇങ്ങനെ പതുക്കെ പോകുന്ന വണ്ടിയെ വലിഞ്ഞ് കയറി സൈഡിൽ കൂടെ കയറി വന്ന് വരെ ഡ്രൈവർമാരെ പിടിച്ച് പോകണം, പൈസയൊക്കെ കൊണ്ടുപോകും. അല്ലെങ്കിൽ വേറെ വണ്ടിയും കൊണ്ട് വന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് കയറി ഡ്രൈവർമാർക്ക് അടിയും കൊടുത്ത് പോകണം, പൈസയൊക്കെ മേടിച്ചോണ്ട് പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം നമ്മുടെ വണ്ടിയുടെ മുകളിൽ കള്ളം കയറി കേട്ടോ. അത് വണ്ടിക്കകത്ത് അങ്ങനെ കയറി അങ്ങനൊന്നും ചെയ്തില്ല. പക്ഷെ ഞങ്ങളിങ്ങനെ പോയ സമയത്ത് രാത്രിയില് കള്ളന്മാര് അവരുടെ വണ്ടി സ്ലോ ആയെടുത്ത് മുകളിൽ കള്ളം കയറി പടുതാക്കെ കട്ട് ചെയ്തായിരുന്നു കയറൊക്കെ. അപ്പം ഓടിച്ചിട്ട് അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ പെട്ടെന്ന് ശ്രദ്ധിച്ചു. അപ്പം വണ്ടി ആളെ കയറിയിട്ടുണ്ടെന്ന് തോന്നി. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി വന്ന് കയറും. അതെങ്ങനെയാന്ന് ചോദിച്ചാല് ഇതിപ്പോ നല്ല വഴി, ഇവിടെ വണ്ടി സ്പീഡിൽ പോവായിരിക്കുമല്ലോ. അപ്പം എവിടെയാലും ഇവിടെ ഇച്ചിരി വഴി നടക്കാന്ന് വെച്ചോ, സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ വണ്ടി സ്ലോ ചെയ്യുമല്ലോ. സ്ലോ ചെയ്യുന്ന സമയത്ത് ഇവരവിടെ നിന്നിട്ട് കള്ളന്മാര് മുകളിൽ കയറും. മുകളിൽ കയറിയിട്ട് പടയും കയറും ഒക്കെ കട്ട് ചേരത്തിലും അല്ല വഴി നടക്കുന്നിടമാണേലും അതവിടെ ഉള്ളവർക്ക് അറിയാലോ ഇവിടെ എല്ലാ വണ്ടി സ്ലോയിലാ പോകുന്നത് എന്ന്. അപ്പം എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മുകളിൽ കയറിയിട്ട് ഇത് പടുത കട്ട് ചെയ്തിട്ട് ഇതിനകത്തിരിക്കുന്ന സാധനങ്ങൾ താഴേക്കിടും. അപ്പൊ ഇവരുടെ ഒരാളൊന്നും ആയിരിക്കില്ല, ഗ്യാങ്ങായിട്ടായിരിക്കും. അപ്പൊ അവർക്ക് വേറെ വണ്ടിയിൽ ആള് വന്ന് ഈ സാധനം പെറുക്കൊണ്ട് പോകും. എവിടെയെങ്കിലും അടുത്തടുത്ത് വണ്ടി സ്ലോ ആകുന്നിടത്ത് ഇവൻ ചാടി പോവുകയും ചെയ്യും. അങ്ങനെ സാധനം പോയിട്ടുണ്ടോ? ഇഷ്ടംപോലെ അല്ലേ? അപ്പൊ അത് നമ്മള് അത് നമ്മുടെ വാടക കിട്ടിയല്ലോ വണ്ടിയുടെ. 2-3 പ്രാവശ്യം നമ്മള് വേറൊരു ഈ കർണാടകയിൽ നിന്നൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഡ്രൈവർമാർ അതുപോലെ ശ്രദ്ധിക്കണം, നല്ല ശ്രദ്ധയും അതിനുള്ള കഴിവുള്ളവരാണെങ്കിൽ വിഷയമില്ല. പരിചയക്കുറവും അല്ലെങ്കിൽ ഈ ശ്രദ്ധക്കുറവും അങ്ങനെയൊക്കെ വരുന്നിടത്താണ് കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പം നമ്മളിങ്ങനെ ഓടി പോകുമ്പോഴും വെളിയിൽ നിന്ന് നോക്കും ആൾക്കാരെ. ഈ ഹൈവേയിലൊക്കെ സ്ഥിരം വരുന്ന വണ്ടി, അല്ലെ കേരള വണ്ടിയോ വേറെ ഏതെങ്കിലും വണ്ടിയോ അങ്ങനെ വരുന്നതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കും. കള്ളന്മാർക്കും അറിയാം, പരിചയം ഉള്ളതും പോകുന്നതും പരിചയമില്ലാത്ത പോകുന്നതും കള്ളന്മാർ കണ്ടറിയാം. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ അങ്ങനെ പരിചയക്കുറവാണെന്ന് തോന്നുന്നതാണ്. ഞാൻ ഇപ്പൊ മെയിനായിട്ട് ഒരു കാര്യം നമ്മൾ ഇവിടുന്നൊക്കെ പോകുന്ന ഡ്രൈവർമാർ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. എന്നുവെച്ചാൽ നമ്മളിവിടുന്ന് കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ പാൻറ്റേ ഇടുകയുള്ളൂ, കയ്യിൽ കൊടുക്കുകയില്ല. അത് നമ്മുടെ ഡ്രൈവർമാരോട് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഈ ഡ്രൈവർമാരും ഈ പാൻറ്റിടാൻ എല്ലാവർക്കും മടിയായി, ഈ കയ്യിൽ കൊടുത്ത് തിരിച്ചോണ്ട് കയ്യിലിട്ടു. അപ്പം നമ്മൾ വെളിയിൽ ചെന്ന് കയ്യിൽ കൊടുത്തോണ്ട് നടക്കുമ്പം അവിടെ ഉള്ളവർ കാണുമ്പോഴേ അറിയും അത്ര പരിചയമുള്ള ആളൊന്നും അല്ല. പക്ഷേ നമ്മൾ പാൻറ്റോ ഒരു വെറുപിടയായിട്ടേക്കെങ്കിലും സ്ഥിരം വരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ അറിയാവുന്ന എന്നുള്ള ഒരു തോന്നൽ അവർക്ക് തോന്നും. ഇത് കയ്യിൽ കൊടുത്തോണ്ട് നടക്കുക. അങ്ങനെ പോലീസുകാരാണാലും അതെ, ഒരു കയ്യിൽ എടുത്തോണ്ട് നടക്കുന്ന ഒരാളെ കണ്ട പോലീസുകാർ ഇപ്പം അല്ലാതെ നമ്മൾ ചെന്ന് ഒരു ചെറിയ എമൗണ്ട് കൊടുത്ത് വിടുമെങ്കിൽ ഇത് കണ്ട പറയുന്ന പൈസ പിടിച്ച് മേടിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഭാഷ അറിയത്തില്ലാത്ത ഒരു വിഷയമുണ്ട്. അങ്ങനെ ഒക്കെയാണ്. അത്യാവശ്യം നമുക്ക് ഭാഷ പ്രശ്നമില്ല. ഹിന്ദി അത്യാവശ്യം അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. തമിഴും അറിയാം. ഹിന്ദി അറിയാനായിട്ടേ കാര്യമില്ല. ചേച്ചി സംസാരിക്കോ? പഠിച്ചു വരുന്നുണ്ടോ? അത്യാവശ്യം കേട്ടാലൊക്കെ മനസ്സിലാവും. തിരിച്ചു വരാനായി വരുന്നു കുറച്ച്. നേരത്തെ മോഷണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ നമ്മള്. അപ്പൊ ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ പോണ സമയത്ത് ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോ ഹാൻഡിൽ ആയിരിക്കും. ഫാമിലി ആയിട്ട് പോകുമ്പോ നമുക്ക് പാനിക് ആവില്ല നമ്മള് പെട്ടെന്ന്? അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ നമ്മളെ ആയുഷ്കാലം പോകുന്ന ട്രിപ്പ് നിങ്ങളൊരു മാസം കൊണ്ട് പോയി തീർത്ത് ഇനി ഇന്ത്യയിലാകെ 4 സംസ്ഥാനത്തേയും കണ്ട് പോകാനുള്ളത് തന്നെ 6 സംസ്ഥാനം അല്ലേ? ബാക്കി എല്ലാ സ്ഥലത്തും പോയി പ്രായത്തില്. അയ്യോ ഭയങ്കരം തന്നെ. 21 സ്റ്റേറ്റ് പോയി അല്ലേ? ഓ ഈ ചെറുപ്പത്തിൽ തന്നെ അത്രയും സ്റ്റേറ്റ് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യം കേട്ടോ. നമ്മളൊന്നും ഇപ്പൊ ചേച്ചിയാണെങ്കിൽ ഈ ഒരു സമയത്തല്ലേ പോകാൻ തുടങ്ങി. ഇപ്പൊ ഇത്രയും പ്രായത്തില് 2 വർഷം കൊണ്ട്
എന്നേക്കാ ചെറുതാ, എന്നിട്ട് ഈ പ്രായത്തിലേ എല്ലായിടത്തും പോകാനുള്ള ഭാഗ്യം കിട്ടി. ഇപ്പൊ ഈ ലോഡൊക്കെ വെച്ച് വരുന്ന സമയത്തെ ലോഡ് മീൻസ് വെക്കുമ്പോഴാണോ അതില്ലാണ്ട് പോകുമ്പോഴാണോ സുഖമായിട്ട് തോന്നിയത്? ലോഡ് വെക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് മീൻസ് ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഈ ചില ലോഡെന്ന് പറയുമ്പോ അധികം വെയിറ്റ് ഉണ്ടാവില്ലല്ലോ, അപ്പൊ അങ്ങനത്തെ ലോഡ് ഓടിക്കുമെങ്കിൽ ഭയങ്കര ഇഷ്ടം. വണ്ടി എന്നുവെച്ചാൽ അത്യാവശ്യം കുറച്ച് വെയിറ്റും ഉണ്ട്, എന്നാൽ വണ്ടി ഇരിക്കുക നല്ല മൂവിങ്ങും ഉണ്ട്. അധികം വെയിറ്റ് ആകുമ്പോഴത്തേക്ക് പതുക്കെ എഴഞ്ഞെഴഞ്ഞല്ലേ കയറുള്ളൂ, ഇങ്ങനെ ഇരിക്കുക. അല്ലാണ്ട് ഇങ്ങനെ ചെറിയ വെയിറ്റ് കുറഞ്ഞൊക്കെ ആകുമ്പോ അങ്ങനെ ഒരു കാര്യം കൊണ്ട് ഇഷ്ടം. പക്ഷെ ലോഡ് നല്ല വെയിറ്റ് ഉള്ളപ്പം ഉറങ്ങാൻ നല്ല സുഖമാണ്, വണ്ടിക്ക് ചാട്ടമൊന്നുമില്ല. ലോഡ് ഇല്ലാതെ ഇപ്പൊ നമ്മള് കാലി പോകുമ്പോഴല്ലേ നല്ല കുലുക്കമല്ലേ, എപ്പോഴും ഭയങ്കര കുലുക്കമായിരിക്കും. നല്ല വഴിയാണെങ്കിൽ വലിയ കുലുക്കമില്ല, വഴി മോശമൊക്കെ ആണെങ്കിൽ ഭയങ്കര കുലുക്കമായിരിക്കും. അപ്പൊ ലോഡ് ഉണ്ടെങ്കിൽ അത്രയും കുലുക്കമൊന്നും ഫീൽ ചെയ്യും. അതാണ് ഈ വഴി കൂടെ എന്ത് കോൺഫിഡൻസിലാ പോകുന്നത്. ഞാനിവിടെ ഇരുന്നിട്ട് തന്നെ എനിക്ക് ടെൻഷനോ. അപ്പൊ നമ്മൾ കാരേജ് എത്താനായല്ലേ? അയ്യോ, എത്ര വയസ്സെന്ന്? 20 വയസ്സല്ലേ? 20 വയസ്സുള്ള കൊച്ചാടി ഇതാ ഈ ഇറക്കൊക്കെ ഇറക്കി ഗാരേജിലേക്ക് പോകുന്നത്. ഇവിടെ ഇരുന്ന് കാണുമ്പോ തന്നെ നല്ല ടെൻഷൻ എടുക്കാം. ഇതാണല്ലേ ഗാരേജ്. ഈ ലോറിയൊക്കെ പഠിച്ചെടുക്കാൻ ടൈം എടുക്കും, എന്നെ പഠിപ്പിച്ചെടുക്കാൻ സമയം എടുക്കും തോന്നുന്നുണ്ടല്ലേ? കുറച്ച് ദിവസം ഓടിച്ചു കഴിയുമ്പോ നല്ല ഇതായിക്കോളും. നമ്മളിപ്പോ ആദ്യമായിട്ട് കാറും കൊണ്ട് നമ്മള് പോവാണെങ്കിലും ടൗണിലൊക്കെ ഇറക്കാൻ നമുക്ക് പേടിയല്ലേ ആദ്യം ഇറക്കാൻ. അതിപ്പോ അടുപ്പിച്ച് നമ്മളെന്നും കുറച്ച് ദിവസം അങ്ങ് പോവാണെങ്കിൽ നമുക്ക് ആ പേടി അങ്ങ് മാറും. നമ്മളിത് എങ്ങനെയാ വെച്ചാൽ നമ്മള് ലേഡീസിന്റെ കാര്യം എങ്ങനെയാ വെച്ചാൽ ഒരു ദിവസം പോവും, പിന്നെ കുറച്ച് ദിവസത്തേന് പോകത്തില്ല. പേടിയാ, പിന്നെ ഇറക്കാൻ പേടിയുണ്ട്, കുറച്ച് ദിവസം പോകില്ല. പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇറക്കുവാണ് ഇറക്കത്തുള്ളൂ. അന്നേരം നമുക്ക് ആ ഒരു കോൺഫിഡൻസ് പോകുന്നത്. പക്ഷെ അടുപ്പിച്ച് നമ്മളങ്ങ് പോവാണെങ്കിൽ പെട്ടെന്ന് നമ്മളത് ഇതാവും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ട് ആള്. അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആ ഫസ്റ്റ് ടൈം ആയതിന്റെ. Taste the Daily. ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനസ്.